DSP ഞാൻ വിളിച്ചിരുന്നു. ഏത് നിമിഷം ഇവിടെ എത്താം. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ മിസ് സീമ മേനോൻ. വളരെ പേഴ്സണലായ ഒരു കാര്യത്തിന് എനിക്ക് താങ്കളുടെ സഹായം വേണം. Yes, what can I do for you? ഈ ഫോട്ടോ എന്റെ സിസ്റ്റർ രേഖ മേനോന്റെയാണ്. അവൾക്ക് 1 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിനൊരു ഒരു എന്താ പറയാ, എന്തായാലും പറഞ്ഞോളൂ, മടിക്കണ്ട. അവൾ വളരെ നോർമൽ അല്ലാണ്ടായി. മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്നലെ രാത്രി അവിടുത്തെ വേറൊരു ഇൻമേറ്റിനോടൊപ്പം അവൾ അവിടെ നിന്ന് ചാടിപ്പോയി. നോ ഫർദർ വെയർഅബൌട്ട്സ് ആർ നോൺ. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഒരു കംപ്ലൈന്റ് കിട്ടി. ഇതല്ലേ കുട്ടികൾ? അതെ. അല്ല മിസ് മേനോൻ, ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? പാടില്ല. ഷീ ഈസ് ആൻ അൺമാരിഡ് ഗേൾ. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്ന് പത്രത്തിൽ വന്നാൽ ജസ്റ്റ് ഇമാജിൻ, അവളുടെ ഫ്യൂച്ചർ അതോടെ പോവില്ലേ? പറഞ്ഞതുപോലെ അത് ശരിയാണ്. ആട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു അൺഒഫീഷ്യൽ തലത്തിലുള്ള സെർച്ച് വേണം. താങ്കൾ അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കണം പ്ലീസ്. ഞാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം. എന്റേതായ രീതിയിൽ ഞാനും അന്വേഷിക്കാം. ഇടയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. പ്ലീസ് സീ വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡു. ആളെ പിടിച്ച് റെക്കോർഡാക്കി കയ്യിൽ തരികയല്ലേ വേണ്ടു. ആ കേസ് ഞാൻ ഏറ്റു. തലയിലെ ആണി ലൂസാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാവുന്ന സംഭവമല്ലേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേണമല്ലോ പരസ്പരം സഹായിക്കാൻ. മിസ് സീമ പോയിക്കോളൂ. താങ്ക് യു സർ. നാൻകുടനാരെ. യെസ് സാർ. യെസ് സാർ. എവിടെയാണ് നെയിം പ്ലേറ്റ്? ഉണ്ട് സാർ. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ നാൻകുട്ടനാർക്ക് SIയുടെ മുറിയുടെ മുന്നിൽ എന്നൊരു പാറാവ്. എന്റെ മുറിയിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളൊരു കംപ്ലൈന്റുമായി വരുമ്പോ തനിക്ക് എന്താണ് മുഖത്ത് ഒരു കണ്ണേടി? തൊപ്പിയാൻ തെറിപ്പിക്കും. എന്റെ സാറേ, ഇങ്ങനെ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും സാറിനെ സ്പൈ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്ത് ചെയ്യും? സാർ സ്റ്റേഷൻ അകത്തായാലും പുറത്തായാലും സാറിന്റെ മേലെ ഒരു കണ്ണ് വേണമെന്ന് കുഞ്ഞന്നാമ്മ ചേർത്ത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഞാൻ സർവീസിൽ കയറുമ്പോൾ സാറിന്റെ അപ്പനായിരുന്നു എന്റെ ഇടം. കുഞ്ഞന്നാമ്മ ചേർത്ത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു പോകും. ഒട്ടുക്കത്തെ ഒരു തന്തയും തള്ളിയും. നാൽക്കുടനാരെ, താൻ തന്നെ ജോലി നോക്കണോ? പോവാ സാർ, ഞാൻ അത് മാത്രമേ നോക്കൂ. റോഡ് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യൻ ഓട്ടോ പിന്നെ എവിടെയും കയറുമല്ലോ. ഇവിടെ നോക്കിക്കൊണ്ടുപോകണോ വണ്ടി? അയ്യോ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. എന്റെ ദൈവമേ. സോറി. പോട്ടെ. സോറിയോ? എന്റെ കോളബോർഡിന് എന്നെ ആശുപത്രി കൊണ്ടുപോ. അയ്യോ, അതിന് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഈ വണ്ടിയൊക്കെ അറിയാൻ പറ്റൂലേ? എന്നെ കേട്ട് എന്നെ ആശുപത്രി കൊണ്ടു. എന്റെ ബ്ലഡ് എല്ലാം പോകും. കയറി കയറി. ഞാൻ നിങ്ങൾ എന്നെ കൊന്നിറങ്ങുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? എന്നോട് പിടിക്കാൻ പറ. എന്നെ പിടിച്ചോ? കോ ഇൻസിഡൻസ് എന്ന് വെച്ചാൽ അതൊരു വലിയ ലൈഫ് ഇൻസിഡന്റ് ആണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോ. ഇന്ന് തന്നെ മിസ് സീമയുടെ ലൂന തട്ടി ഞാൻ വീണു. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ചുരുങ്ങിയ പരിചയം കൊണ്ട് എന്റെ സ്വഭാവശുദ്ധി മനസ്സിലാക്കി മിസ് സീമ എന്നെ ലഞ്ചിന് ക്ഷണിച്ചു. ഇപ്പോഴേ നമ്മൾ ഈ സൂപ്പിനപ്പുറത്തും ഇപ്പുറത്തും വരെ ബന്ധങ്ങൾ പൊട്ടിവിടർത്തുന്ന ഓരോ സാഹചര്യങ്ങളെ ഈശ്വര. ബന്ധങ്ങളോ? അല്ല, ഐ മീൻ അത് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധങ്ങൾ. ഓ, അത് ശരി. ബൈക്ക് മുട്ടിയപ്പോഴുണ്ടായിരുന്ന മിസ്റ്റർ ശങ്കർദാസിന്റെ കരച്ചിലും ബഹളവും കേട്ടപ്പോൾ ഞാൻ കരുതിയത് വലിയ ഫ്രാക്ചർ ഉണ്ടായി കാണുമെന്നാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഒരു പോറൽ പോലും ഇല്ല.
അതെന്തുകൊണ്ടാണ്? തട്ടിപ്പോകേണ്ട ഒരു ഇടിയല്ലായിരുന്നു അത്. ശരീരത്തിന് നെട്ടും ബോട്ടും കലകി ആകെ ഷേപ്പ് മാറിപ്പോകേണ്ട ഒരു കേസല്ലായിരുന്നു അത്. പിന്നെന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, നല്ല മനസ്സുള്ളതുകൊണ്ട്. രണ്ട്, അതിലും പ്രധാനമായി ശരീരത്തിന്റെ ഫിസിക്കൽ അഡ്വാൻറ്റേജസ്. മൂന്ന്, സൗന്ദര്യം പോലെ തന്നെ സുന്ദരമായ മനസ്സാണ് മിസ് സീമയുടേത്. നല്ല മനസ്സുള്ളവർ തമ്മിൽ ഒന്നോ രണ്ടോ ഇടിയിടിച്ചാൽ പോലും ഒന്നും സംഭവിക്കില്ല. ആത്മസഖി ആത്മസഖി നീ എന്നിൽ അനുരാഗഗീതമാ നിമിഷം ഇനിയൊരു നിമിഷം. നോക്കൂ മിസ്റ്റർ ശങ്കർദാസ്, സൂപ്പ് തണുക്കുന്നു. ഓ, ഡസന്റ് മാറ്റർ. താങ്ക് യു. പിന്നൊരു കാര്യം, മിസ്റ്റർ ശങ്കർദാസ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് എന്റെ ഇടയ്ക്ക് ഈ വാചകങ്ങളൊക്കെ? എനിക്ക് വാങ്ങാവുന്നതായി ഒന്നും നിങ്ങൾക്ക് വിൽക്കാനില്ലല്ലോ. സത്യത്തിൽ ബൈക്ക് മുട്ടിയത് എന്റെ കുറ്റം കൊണ്ട് തന്നെയാണ്. ഞാൻ വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ആകാറുണ്ട്. ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരാകും. ശങ്കർദാസ് പ്ലീസ്. സോറി. ഞാൻ ആകെ വറീഡാണ്. എന്റെ സിസ്റ്റർ രേഖ കാണാനില്ല. എവിടെ പോയി? ചാടിപ്പോയി. ചാടിപ്പോയോ? എവിടെന്ന്? അതൊരു വലിയ ട്രാജിക് സ്റ്റോറിയാണ് മിസ്റ്റർ ദാസ്. അവൾ മെന്റൽ ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു. 2 ദിവസമായി അവളെയും വേറൊരു പേഷ്യന്റിനെയും കാണാനില്ല. എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിൽ അനീകയാണ് ഞാൻ. അല്ല, മിസ്റ്റർ ദാസ് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആവുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടാവില്ലേ? ഉണ്ടോന്നോ? പുതിയൊരു ജോഡി ഷൂ വാങ്ങിയ ഒറ്റയാഴ്ചയോടെ തേഞ്ഞു. ദാ നോക്കൂ, ഇതാണ് എന്റെ സിസ്റ്റർ. എവിടെയെങ്കിലും വെച്ച് കാണാനിടയായാൽ എന്റെ ഫോൺ നമ്പറിൽ ഒന്ന് അറിയിക്കണം. ഇതാണോ സീമയുടെ സിസ്റ്റർ? അതെ. ഈ കുട്ടി ഇന്ന് രാവിലെ ഞാൻ കണ്ടു. എവിടെ വെച്ച്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു ചോദ്യം, 1 ക്വസ്റ്റ്യൻ. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് 2 പെൺകുട്ടികൾ മാത്രമേ ചാടിപ്പോന്നിട്ടുള്ളൂ, അതോ 2 ആൺകുട്ടികൾ, അല്ല 2 വയസ്സന്മാർ കൂടി ചാടിപ്പോന്നിട്ടുണ്ടോ? എങ്ങനെയാ? ഇല്ല. എന്താണ് അങ്ങനെ ചോദിച്ചത്? കമോൺ ടെൽ മീ. ഇന്നലെ മിസ് സീമയുടെ സിസ്റ്ററും മറ്റേ പെൺകുട്ടിയും 2 വയസ്സന്മാരും കൂടി ഞാൻ താമസിക്കുന്ന ഹോട്ടലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അവർ പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. Really? Yeah, really.